ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹലോ ചേച്ചി, ചേച്ചിക്ക് സുഖാണോ? സുഖം മോളെ. നീ എന്ത് ചെയ്യാ? ഞാൻ പഠിച്ചോണ്ടിരുന്ന ചേച്ചി. നീ എന്ന് വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താ ചേച്ചി? ഞാൻ എടുത്തില്ലെന്ന് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നല്ലാന്ന്. ശരി ചേച്ചി. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ചേച്ചി കൂടെ ഇല്ലാതെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. വിഷമിക്കേണ്ട കല്ലുമോളെ, ഇനി നിനക്ക് സുഖമായിട്ട് ഉറങ്ങാം. അതെങ്ങനെ ചേച്ചി? ഞാനാണെങ്കിൽ നിന്റെ കൂടെ ഉണ്ടാവും. ശരിക്കും? നീ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു 10 ദിവസം ഞാൻ നിന്റെ കൂടെ വന്നിക്കാം. സത്യമാണോ ചേച്ചി പറയുന്നത്? നിന്നോട് എന്തിനാ മോളെ ഞാൻ കള്ളം പറയുന്നേ? ആ പിന്നെ, ഞാനില്ലാത്തോണ്ട് നീ റൂമൊക്കെ അലങ്കോലാക്കിയിട്ടുണ്ടാവൂല്ലേ? ചെറുതായിട്ട്. റൂമെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്ക്. സെറ്റ്. ചേച്ചി എപ്പോഴാ വരുന്നേ? ഉടനെ വരാം. വരുന്നതിന് മുൻപ് ഞാൻ മോളെ വിളിച്ച് പറയാം. ഇപ്പൊ നീ നന്നായിട്ട് പഠിക്കേ. ശരി ചേച്ചി. ആകാശേ, 5 മണിയാവാറായി. ബർത്ത്ഡേ ആയിട്ട് നേരത്തെ പൊക്കൂടെ? ഇറങ്ങുവാ രാജേന്ദ്രേട്ടാ. ഹലോ മാഡം. ദിലീപ്, ഫോൺ സ്പീക്കറിലിട്ട് ആകാശിന്റെ അടുത്തോട്ട് ചെല്ലും. ആ ഓക്കെ മാഡം. ആകാശ് സാർ, ശ്രേയ മാഡം ലൈനിലുണ്ട്. എന്തോ പറയണമെന്ന്. മാഡം ലൗഡ് സ്പീക്കറിലാണ്. ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഇവിടുന്ന് സാങ്ഷൻ ചെയ്ത ടെൻഡറുകളും അതിന്റെ ബില്ലും വേണം. അതില് ബിൽസ് ഏതൊക്കെയോ പെൻഡിംഗ് ഉണ്ട്. അത് ആരുടെയാണ്? എനിക്ക് എല്ലാ ഡീറ്റെയിൽസും വേണം. ഇന്ന് തന്നെ കിട്ടിയേ പറ്റൂ. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ളതാ. ദിലീപ്, എത്ര വൈകിയാലും എനിക്കത് ഇന്ന് തന്നെ വേണം. പറഞ്ഞേക്കും. ആകാശ് സാർ കേൾക്കുന്നുണ്ട് മാഡം. ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് ഞാനും ഓഫീസിൽ നിന്ന് പോകും. അതുവരെ ഇവിടെ ഉണ്ടാവും. എന്താ ദിലീപ് ഇതൊക്കെ? വീട്ടില് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ പോണെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ സാർ? ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നല്ലേ മാഡം പറഞ്ഞത്. സാറിനെ പറ്റി മാത്രം ആലോചിക്കുന്നുണ്ടാ? മേഡത്തിന്റെ സൈഡ് കൂടി സാറൊന്ന് ചിന്തിച്ചു നോക്കൂ സാർ. ടെൻഡേഴ്സ് തീരുന്നവരെ മേഡം ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? ഹെഡ് ഓഫീസിലേക്ക് മെയിൽ ചെയ്യുന്നവരെ മേഡം ഇവിടെ തന്നെ ഇരിക്കുമല്ലേ? ചാരു ചേച്ചി, ആകാശേട്ടൻ എന്താ വരാത്തെ? എന്റെ കുഞ്ഞളിയാ, കാണുന്നില്ലേ? കേക്ക് എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. എനിക്കാണ് ഇത് കണ്ടിട്ട് വായിലൊരു ഡാമിലെ വെള്ളം വരുന്നുണ്ട്. നീ എപ്പ വരുവാടാ എന്റെ കുഞ്ഞളിയാ? ഷുഗർ ഉള്ള എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു കഷ്ണം കേക്കാ. ഷോ നോക്കി നിന്ന് മടുത്തളിയാ. രമേശേട്ടാ, അതിൽ തൊട്ടു പോരുത്. അല്ല, ഞാൻ ഒരു പൂ എടുക്കാം. വേണ്ട, ഒന്ന് ചുമ്മാ ഇരിക്കും മനുഷ്യനെ നാണം. ഈ ആകാശളിനെ കൊണ്ട് തോറ്റ്.
ലക്ഷണം കണ്ടിട്ട് അവൻ വരാൻ സാധ്യതയില്ല. അതെങ്ങനാ? ഇവളല്ലേ അറേഞ്ച് ചെയ്തേ. മോളെ, നീ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തിനാ? അവൻ എപ്പോ വരുന്നു വിളിച്ചു നോക്കിയേ. എന്താ മോളെ, ഫോൺ ചെയ്താ അവൻ നിന്നെ ചീത്ത പറയുന്നു വിചാരിച്ചിട്ടാണോ? ഞാൻ വിളിക്കണം അവനെ. അയ്യോ വേണ്ട ബാലമാമേ, ഞാൻ തന്നെ വിളിച്ചോളാം. ആ ആ ഫോൺ. അക്കുച്ചേട്ടാ എപ്പോ വരും? ആ ശരി ശരി ശരി, വേഗം വരണേ. ബാലമാമ, അക്കുച്ചേട്ടൻ ഇപ്പൊ ഇറങ്ങുന്നു. എന്തോ അത്യാവശ്യ വർക്ക് ഉണ്ടായിരുന്നു. ശരി ശരി മോളെ. ആ ആകാശ് സാറേ, ഞാൻ ഇറങ്ങുവാ. സാറേ, ഞാനും ഇറങ്ങുവാണേ. ആ ആകാശേ, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു? മേഡത്തിനോട് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. വേണ്ട രാജേന്ദ്രേട്ടാ, ഇത് തീർത്തിട്ട് പോവാം. എന്നാ ശരി, ഞാൻ പൊക്കോട്ടെ. ആകാശ് സാറേ, ആകാശേ, കുറച്ച് തീർത്ത് വെച്ചിട്ട് പോകാൻ നോക്ക്. ബാക്കി നാളെ വന്നിട്ട് ചെയ്യാലോ. പറ്റില്ല സൗമ്യ, ഇന്ന് എന്നെ തീർത്തു കൊടുക്കണമെന്നാ പറഞ്ഞത്. കുഴപ്പമില്ല സൗമ്യ, ഞാൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് പൊയ്ക്കോളാം. ആകാശേ, ഹെഡ് ഓഫീസിൽ നിന്ന് കോളൊന്നും വന്നിട്ടില്ല. ഇത് ആകാശന്റെ മനഃപൂർവ്വം പണി തരുന്നതാ. ശ്രേയമ്മയുടെ തന്നെ വാശിക്ക് നിന്നു കൊടുക്കാതെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്ക്. ശരി സൗമ്യ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി.